കർത്താവ് കാത്തു. ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ വിവരം അറിഞ്ഞത്. ഉടനെ കാർ ഇടിച്ച സ്ഥലത്ത് ഇങ്ങോട്ട് ഫോൺ ചെയ്തപ്പോ കുഴപ്പമില്ലാന്ന് അറിഞ്ഞു. ആ ഇടിച്ച കാറ് കണ്ടാൽ അതിനകത്ത് ഇരിപ്പുണ്ടായിരുന്നവരെല്ലാം ചത്തിട്ടുണ്ടെന്നേ വിചാരിക്കുള്ളൂ. അങ്ങനെ ചത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോളനിക്കാർക്ക് അനുശോചനം രേഖപ്പെടുത്താൻ വേണ്ടി കറുത്ത തുണി മേടിക്കാൻ പോയിരിക്കുക സുലോചന. അതിപ്പോ വേസ്റ്റായി. ഇടിച്ചതേ ഒരു അഡ്വക്കേറ്റിന്റെ വീടായിരുന്നു. അയാള് ലോ പോയിന്റ് പറയാ. അയാളെ മനഃപൂർവ്വം കൊല്ലാൻ വേണ്ടി മതിൽ ഇടിച്ചു പൊളിച്ച് കാർ അകത്ത് കയറ്റിയതാണെന്ന്. കോടതി പോവാതിരിക്കാൻ 5000 രൂപ ചോദിച്ചു. മതിലിന് 4000 വേറെ രൂപ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു. ഈ 9000? അതെ, കൂടുതൽ കുഴപ്പങ്ങളില്ലാതെ കേസ് ഒതുക്കുന്നതല്ലേ നല്ലത്. കൊല്ലാൻ ശ്രമിച്ചതാണെന്നൊക്കെ പറഞ്ഞ ചിലപ്പോ അഴി എണ്ണണ്ട വരും. കേട്ടോ സാറേ, ആ കാറിന്റെ കിടപ്പൊന്ന് കാണേണ്ടതാ. അതെ, തോട്ട വിഴുങ്ങിയ പന്നിയുടെ തല പോലെ ആയിപ്പോയി. ഏതായാലും കാറ് ഞാൻ ലോറി കയറ്റി വർക്ക്ഷോപ്പിൽ എത്തിച്ചിട്ടുണ്ട്. ഒരു 10-10000 രൂപ ചെലവാക്കിയ വണ്ടി നേരെ ആക്കാന്നാണ് മെക്കാനിക്ക് പറയണേ. എന്റെ ഈശ്വര, ആ കാറ് കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ തല്ലിപ്പൊളിയാണെന്ന്. ഇനിയിപ്പൊ വെറുതെ നന്നാക്കി കിട്ടിയാലും ആ അവലക്ഷണം കെട്ട കാറ് നമുക്ക് വേണ്ട. ഈ ബ്ലഡി ഫൂളും ആയിട്ടുള്ള കൂട്ടുകെട്ടും നിങ്ങൾക്ക് അത്ര നല്ലതല്ല. ദേ, ഞാൻ 2 ആളോടും കൂടിയിട്ട് പറയണേ. അപ്പോ ഞങ്ങൾ കോളനി പോയി വിവരം പറയാം. എല്ലാരും കൂടെ ഓടിക്കഴിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ലല്ലോ. അതെ, അതൊരു ശല്യമായി തീരും.